ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതിയിൽ വാദം നടന്നു. സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം ഇന്ന് പ്രത്യേകം പ്രസ്താവ്യമാണ്. അതായത് നിയമസഭ പാസ്സാക്കി, ഗവർണർക്കും അതുപോലെ ലോക്സഭയും രാജ്യസഭയൊക്കെ പാസ്സാക്കി ബില്ലുകൾ രാഷ്ട്രപതിക്കും അയക്കുമ്പോൾ അതിന് ഒരു സമയപരിധി നിശ്ചയിക്കുക എന്ന് പറയുന്നത് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതായത് ഇത്ര മാസം, 6 മാസം അല്ലെ 3 മാസം അല്ലെ ഒരു കൊല്ലത്തിനകം ഈ ബില്ലുകൾ തിരിച്ചയക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കണം, അല്ലെങ്കിൽ ഗവർണർ ഒപ്പുവയ്ക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അതേസമയം സുപ്രീം കോടതി എടുത്തു പറഞ്ഞ ഒരു കാര്യം, കേസ് ബൈ കേസായിട്ട് ഓരോ കേസ് ഉണ്ടാകുമ്പോഴും സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ബില്ല് അകാരണമായി ഗവർണറോ രാഷ്ട്രപതി വെച്ച് താമസിപ്പിച്ചു എന്ന് തോന്നിയാൽ ഈ പരാതിക്കാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം, അതിൽ തീരുമാനമെടുക്കാം. അതല്ലെങ്കിൽ അത് സുപ്രീം കോടതി നേരിട്ടൊരു ഭരണഘടനാ ഭേദഗതി നടത്തുന്നതിന് തുല്യമായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ ബേസിക് സ്ട്രക്ചർ തിയറി, അതായത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റിമറിക്കുന്ന രീതിയിൽ കേശവാനന്ദ ഭാരത കേസിലുണ്ടായ വിധിയുമായി ബന്ധപ്പെടുത്താൻ ഇതിനെ കാണാൻ കഴിയില്ല എന്നുള്ള ഇൻഡയറക്റ്റായി സുപ്രീം കോടതി പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് ഇനി എന്തായാലും ഈ സുപ്രീം കോടതിയുടെ റഫറൻസിൽ ഒരു കാരണവശാലും ഗവർണർക്കും രാഷ്ട്രപതിക്കും ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള വിധി ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു റഫറൻസാണ് കോടതി ഇന്ന് നടത്തിയത്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം വിത്ത് SKN തുടരുകയാണ്. ഞാനൊരു സുഖകരമല്ലാത്തൊരു വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഒരു യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് ബഷീറുദ്ദീൻ റിമാൻഡിലായി എന്ന വാർത്തയാണ് ഒരു അപ്ഡേറ്റായി വരുന്നത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. പെൺകുട്ടിയെ ബഷീറുദ്ദീൻ ശാരീരികമായി ഉപദ്രവിച്ചെന്ന പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ മൊഴി നൽകുകയും ചെയ്തു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുന്നു. മിഥില, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ലേറ്റസ്റ്റായ വിവരങ്ങൾ? പോലീസിന്റെ നിഗമനം എന്താണ് ഇക്കാര്യത്തിൽ? SKN കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30-ക്കാണ് ഈ പെൺകുട്ടിയെ സുഹൃത്തിൻ്റെ വാടക വീട്ടിൽ, അതായത് ബഷീറുദ്ദീൻ്റെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്, ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അതിന് പിന്നാലെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, കൂടുതൽ ചോദ്യം ചെയ്തു. ആ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും ആത്മഹത്യക്ക് കാരണക്കാരൻ ഇയാൾ തന്നെയാണ് എന്ന രീതിയിലുള്ള തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ആ സമയത്ത്, ആത്മഹത്യ ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് തന്നെ വാട്സപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട്, മാത്രമല്ല വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇയാൾ കൃത്യമായി ഇതിനൊരു പ്രതികരണം ഒന്നും ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. കാരണം ഈ മെസ്സേജുകളെല്ലാം തന്നെ ഇയാൾ കാണുന്നുണ്ടായിരുന്നു. തൻ്റെ മരണത്തിന് കാരണം ഈ ഒരു ആൺ സുഹൃത്ത് ആണ് എന്ന നിലയിലുള്ള സന്ദേശങ്ങളായിരുന്നു ഈ കുട്ടി വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ സമാധാനം ഇല്ലാതാക്കി, മാനസികമായി നീ എന്നെ തകർക്കാൻ നോക്കിയെന്നും പെൺകുട്ടി ഈ ആൺ സുഹൃത്തിന് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല എൻ്റെ മരണത്തിന് കാരണം നീ ഒറ്റൊരുത്തൻ എന്നും കൂടി പറയുന്നുണ്ട്. ഈ ഒരു വാട്സപ്പ് സന്ദേശങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. മാത്രമല്ല ഈ പെൺകുട്ടിയുമായി അടുത്തുള്ള ആളുകളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ആ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതിൽ നിന്നും പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ നൽകിയ മൊഴി ഇപ്രകാരമാണ്: വലിയ രീതിയിലുള്ള ഒരു ക്രൂരമായ ശാരീരിക ഉപദ്രവം ഈ ആൺ സുഹൃത്തിൽ നിന്നും ഈ പെൺകുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ വെച്ച് കാലിന് കീഴോട്ട് അടിക്കുന്ന ഒരു സാഹചര്യം, മൊബൈൽ ഫോണിൻ്റെ ചാർജർ കേബിൾ വെച്ച് ഉപദ്രവിക്കുന്ന സാഹചര്യം, അത്തരം വലിയ രീതിയിലുള്ള ഒരു ക്രൂരമായ പീഡനം ഈ കുട്ടി ഈ ബഷീറുദ്ദീൻ്റെ ഭാഗത്തുനിന്നും നേരിട്ടിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം വെച്ചും ഈ മൊഴികളെല്ലാം വെച്ചുമാണ്, ഈ വാട്സപ്പ് സന്ദേശങ്ങളെല്ലാം വെച്ചുമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് ഈ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. SKN. മിഥില, ശരിക്കും ഈ ബദറുദ്ദീൻ്റെ ഡീറ്റെയിൽസ് എന്താണ്? ഇയാളെക്കുറിച്ച് മറ്റെന്തെങ്കിലും പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? SKN, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലാണ് ഇപ്പോൾ. നടക്കാവ് പോലീസാണ് ഈ കേസെടുത്തിട്ടുള്ളത്. ഈ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം, പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ ബന്ധുക്കളെല്ലാം തന്നെ ഈ പ്രതിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. കാരണം ഈ കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം ഇയാൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ മറ്റോ ഇയാൾക്കുണ്ടായിരുന്നു, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ പുറത്തു പറയാൻ പോലീസ് തയ്യാറായിട്ടില്ല. എന്തുതന്നെയായാലും നിലവിൽ ഇപ്പോൾ ഈ പ്രതി റിമാൻഡിലാണ്. കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായി, കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങാനാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യത. SKN. ഓക്കെ, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിന്നാലെ ശബരിമല യുവതീ പ്രവേശന നിലപാട് CPM തിരുത്തുന്നു.
പാർട്ടി വിശ്വാസികൾക്കൊപ്പമാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചത്. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിച്ച CPIM 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട് തിരിച്ചടിയെ തുടർന്ന് നിലപാടിൽ നിന്ന് പിന്നാക്കം പോയിരുന്നു. വീട് വീടാന്തരം കയറിയിറങ്ങി തിരുത്തിയ നിലപാടറിയിച്ച CPIM ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ഒരിക്കൽ കൂടി നിലപാട് മാറ്റം ആവർത്തിക്കുകയാണ്. യുവതി പ്രവേശനത്തെ എതിർക്കുന്നവർക്ക് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ എന്തവകാശമെന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണിത്. വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. സത്യവാങ്മൂലം തിരുത്തുമോ എന്ന ചോദ്യത്തിന് അപ്പോൾ മറുപടി പറയാമെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ മറുപടി. ശബരിമലയുടെ എല്ലാവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുക എന്ന നിലപാടാണ് CPIM എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. വിശ്വാസത്തിനോ വിശ്വാസികൾക്കോ എതിരായ ഒരു നിലപാടും CPIM സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിവാദങ്ങൾക്കിടയിലും ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് തന്നെ. സമുദായ സംഘടനകളായ NSSഉം SNDPയും പിന്തുണ പ്രഖ്യാപിച്ചത് സർക്കാരിനും ദേവസ്വം ബോർഡിനും ആശ്വാസമാണ്. സമുദായ സംഘടനകളുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ BJPയിൽ ആശയക്കുഴപ്പവുമുണ്ട്. 24 തിരുവനന്തപുരം. അപ്പോൾ ഈ ആർജു ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യത്തിൽ ഇടനാഴിയിൽ വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് ആർജു പറയുന്നത്, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ SKN കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഗവർണറുടെ പാർട്ടി അല്ലെങ്കിൽ ബില്ല് എത്ര കാലം വേണമെങ്കിലും കോൾഡ് സ്റ്റോറേജിൽ വയ്ക്കാം. അയ്യോ, അങ്ങനെയല്ല ആർജു പറഞ്ഞത്. ആർജു സുപ്രീം കോടതിയിൽ നിന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം, അതായത് ഗവർണറും രാഷ്ട്രപതിയും ഈ കാര്യത്തിൽ ഒരു സമയപരിധി നിർണയിച്ചു കൊടുക്കാൻ സുപ്രീം കോടതിക്കാവില്ല. അത് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞത് പാർലമെൻറ്റ് മാത്രം അധികാരമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ കോടതി പറഞ്ഞത് ഒരു കേസ് വരുമ്പോഴും ഏതെങ്കിലും അകാരണമായി ഒരു ബില്ല് വെച്ച് താമസിപ്പിച്ച ഒരു ഗവർണർക്കെതിരെയോ രാഷ്ട്രപതിക്കെതിരെയോ സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയും. കേസിൻ്റെ മെറിറ്റ് അനുസരിച്ച് കോടതി വിധി വരും എന്നുള്ളൊരു സൂചനയാണ് സുപ്രീം കോടതി നൽകിയത്. അത് ശരിക്കും ഒരു നല്ല റെഫറൻസ് ആയിട്ട് വേണം നമ്മൾ കാണാൻ, തിരിച്ച് വിശ്വസിക്കാൻ പാടില്ല. അയ്യപ്പ സംഘവുമായി സഹകരിക്കുന്നതിൽ തീരുമാനമെടുക്കാനുള്ള UDF യോഗം പുരോഗമിക്കുന്നു. ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. അതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശിനെ ക്ഷണിക്കാനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലെത്തിയെങ്കിലും അദ്ദേഹത്തിനെ കാണാൻ, അതായത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാൻ നീക്കം സജീവമാക്കിയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. എതിർക്കുന്നവരെ നേരിൽ കണ്ട് ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത്. MG പ്രതീഷ് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത്. പ്രതീഷ്, പറയൂ. ഗുഡ് ഈവനിങ്, പറയൂ. SKN ആഗോള അയ്യപ്പ സംഗമത്തിനായി സമുദായ സംഘടനകളുടെ വലിയ പിന്തുണ ദേവസ്വം ബോർഡിനും സർക്കാരിനുമുണ്ട്. പക്ഷേ അപ്പോഴും രാഷ്ട്രീയ വിയോജിപ്പുകൾ അല്ലെങ്കിൽ എതിർപ്പുകൾ അതേപടി നിലനിൽക്കുകയാണ്. തുടക്കം മുതൽ ഈ കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത് ഇത് സർക്കാരിന് വേണ്ടി എടുക്കുന്ന ഒരു പരിപാടിയാണ് എന്നതാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട്. ഇതിൽ രാഷ്ട്രീയ നാടകമാണ് ഇതിന് പിന്നിലെന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ അപ്പോഴും UDFൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് അഭിപ്രായം ഉയരുന്നുണ്ട്. നല്ലതാണെങ്കിൽ നടക്കട്ടെ എന്നതായിരുന്നു ലീഗിന്റെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പൊതു നിലപാടിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് UDF യോഗം ചേരുന്നത്. ഓൺലൈനായി ആണ് യോഗം നടക്കുന്നത്. ഇതിൽ ഈ സ്വീകരിക്കേണ്ട പൊതുവായിട്ടുള്ള ഒരു നിലപാടായിരിക്കും ചർച്ച ചെയ്യുന്നത്. ഈ സമുദായ സംഘടനകൾ, പ്രബലമായ സമുദായ സംഘടനകളുടെ പിന്തുണ ലഭിച്ചതോടുകൂടി തന്നെ ശക്തമായൊരു എതിർപ്പിലേക്കോ വിയോജിപ്പിലേക്കോ പോകാനുള്ള ഒരു സാധ്യതയില്ല എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF നിലപാട് വ്യക്തമാകും. പ്രതിപക്ഷ നേതാവ് തുടക്കം മുതൽ ഇതിൽ കടുത്ത ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. കാരണം ഇതുമായി സഹകരിക്കില്ലെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും അദ്ദേഹത്തിന്റെ കന്റോൺമെന്റ് ഹൗസിൽ എത്തിയിരുന്നു. പക്ഷേ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും കാണാൻ കൂട്ടാക്കിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഔദ്യോഗിക ക്ഷണക്കത്ത് വാങ്ങുക മാത്രമാണ് ചെയ്തത്. അത് ഔദ്യോഗിക ക്ഷണക്കത്ത് ഓഫീസിൽ നൽകിയ ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു അതൃപ്തി പരസ്യമാക്കുക കൂടിയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഇനി UDFന്റെ നിലപാട് എന്തായിരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അതുപോലെ തന്നെ
BJPയും ഈ വിഷയത്തിൽ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതിൽ തീരുമാനം എടുക്കുമോ എന്നതാണ് ഈ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ചോദിക്കുന്നത്. ഒപ്പം ഏതെങ്കിലും തരത്തിൽ സമുദായ സംഘടനകൾ എതിർപ്പുമായി വന്നാൽ അവരെ സമവായത്തിലൂടെ നേരിടാനാണ് നിലവിൽ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. പന്തളം കൊട്ടാരവുമായി 6-ാം തീയതി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ചർച്ച നടത്തുന്നുണ്ട്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നേരത്തെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നതാണ് പന്തളം കൊട്ടാരത്തിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഒരു അനുനയ ചർച്ച 6-ാം തീയതി നടക്കും. ഒപ്പം BJP എതിർപ്പുകൾക്കിടയിലും 4-ാം തീയതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരിട്ട് ക്ഷണിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സമവായ നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നു, ഒപ്പം രാഷ്ട്രീയ വിയോജിപ്പുകൾ തുടരുകയും ചെയ്യുന്നു. SKN. ഓക്കെ, താങ്ക് യു. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. പവിത്രൻ പാതിരപ്പേട്ടയ്ക്ക് ഒരു സംശയം, ഓണം വെള്ളത്തിലാകുമോ എന്ന് ചോദിക്കുന്നു. ഓണം വെള്ളത്തിലാകില്ല എന്നാണ്. ഇപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് മാറി നിൽക്കുകയാണല്ലോ. ഏത് വെള്ളമാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമായില്ല. ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെ 9 പേരുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി. പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധി വന്നിരിക്കുന്നത്. വർഗീയ സ്വഭാവമുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ ഉമർ ഖാലിദും ഷെർജിലും നടത്തി. ഇത് പ്രഥമദൃഷ്ട്യാ ഗുരുതരമെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത്. ഒരു പ്രത്യേക മതവിഭാഗം കൂടുതലായിടങ്ങളിൽ പ്രതികൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വർഗീയമായി ഒരു വിഭാഗത്തെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. ഇത്തരം ജാമ്യാപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ സാമൂഹിക താൽപര്യം പരിഹരിക്കേണ്ടതുണ്ട്. ജയിൽവാസവും വിചാരണ വൈകുന്നതും എല്ലാ കേസുകളിലും ജാമ്യത്തിന് കാരണമല്ല. പ്രതിഷേധിക്കാനുള്ള അനിയന്ത്രിത അവകാശം ഭരണഘടനാ ചട്ടക്കൂടിനെ തകർക്കുമെന്നും ഡൽഹി ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഡൽഹി ഹൈക്കോടതി വിധി തെറ്റെന്ന് പറയുമെന്ന് വിനോദ് വിശ്വം 24-നോട് പറഞ്ഞു. നിയമവാഴ്ചയെ മാനിക്കുന്ന എല്ലാ ആളുകളും ഒരേപോലെ പറയും ഈ തീരുമാനം, ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനം തെറ്റാണെന്ന് പറയും. 5 കൊല്ലമായി ഈ ചെറുപ്പക്കാർ ജയിലിലാണ്, വിചാരണ പോലുമില്ലാതെ. അതിനെല്ലാം ഭരണകൂടം ചവിട്ടിയരക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭരണകൂട ധിക്കാരത്തിന്റെ മുമ്പിൽ കോടതി ഇതുപോലെ വിധേയത്വം കാണിക്കാൻ പാടില്ലായിരുന്നു. ഭരണകൂടത്തിന് ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷെ കോടതി അതിന്റെ മുമ്പിൽ ഇങ്ങനെ വച്ചാനിച്ചു നിൽക്കാൻ പാടില്ലായിരുന്നു. അതാണ് ഇപ്പൊ കണ്ട കാര്യം. കലാപ ഗൂഢാലോചന കേസിൽ പ്രതികൾ 5 വർഷമായി വിചാരണയില്ലാതെ തടവിലാണ്. 24 ഡൽഹി. ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ തള്ളിയ ഡൽഹി ഹൈക്കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ പുറത്ത്. ഉമർ ഖാലിദ് വർഗീയ സ്വഭാവമുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തി. ജയിൽവാസവും വിചാരണ വൈകുന്നതും എല്ലാം കേസുകളിലും ജാമ്യത്തിന് കാരണമല്ലെന്നാണ് കോടതി വിധി ഇന്ന് വ്യക്തമാക്കുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി പ്രൈം ടൈമിൽ ചേരുന്നു. അച്യുതൻ, പറയൂ വിശദാംശങ്ങൾ. SK ഇന്ന് 2:30 ഉച്ചയ്ക്ക് 2:30 ഈ ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളായിട്ടുള്ള ഉമർ ഖാലിദ് ഉൾപ്പെടെ 9 പേരുടെ ജാമ്യാപേക്ഷയിൽ ഡൽഹി ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത്. ഈ വിധിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ചില സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം ഡൽഹി ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വർഗീയ സ്വഭാവമുള്ള പ്രകോപനകരമായ പ്രസംഗങ്ങൾ ഉമർ ഖാലിദും അതുപോലെ ഷെർജിലും നടത്തി എന്നുള്ളതാണ്. ഇത് പ്രഥമദൃഷ്ട്യാ തന്നെ ഗുരുതരമെന്ന് ഡൽഹി ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഒരു പ്രത്യേക മതവിഭാഗം കൂടുതലായുള്ള ഇടങ്ങളിൽ ഈ പ്രതികൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഒപ്പം തന്നെ കോടതി നിരീക്ഷിക്കുന്ന മറ്റൊരു കാര്യം, ഈ ജയിൽവാസവും വിചാരണ വൈകുന്നതും എല്ലാ കേസുകളിലും ജാമ്യത്തിന് കാരണമല്ല എന്നൊരു നിരീക്ഷണവും നടത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വർഗീയമായി ഒരു വിഭാഗത്തെ സംഘടിപ്പിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇത്തരം ജാമ്യാപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കുമ്പോൾ സാമൂഹ്യ താൽപര്യം, ഒപ്പം ഇരകളുടെ കുടുംബങ്ങളുടെ അവരുടെ വികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്, അതിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നുകൂടി ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കുന്നു. പ്രതിഷേധിക്കാനുള്ള അനിയന്ത്രിത അവകാശം ഭരണഘടനാ ചട്ടക്കൂടിനെ തകർക്കും, രാജ്യത്തിന്റെ ക്രമസമാധാന നിലയെ തകർക്കും എന്ന സുപ്രധാന നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. SKN. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. റീന സതീശനും SKN, ഈ ഓണക്കോടി ഒരാൾക്ക് തന്നെ 2-3 തവണ കിട്ടിയാൽ ഈ 1001 ഓണക്കോടി എന്ന് പറയുന്ന 1001 പേർക്ക് കിട്ടുമോ? റീന സതീശൻ, ഈ കാര്യം നമുക്ക് ഗൗരവമായി നോക്കാം. ഈ എന്തായാലും ഒരുപാട് വിജയികളുണ്ട്, അതിന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് വരുന്നത്. നമുക്ക് നോക്കാം. രാഷ്ട്രപതിയുടെ റഫറൻസിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. ബില്ലുകളിൽ ഒപ്പുവയ്ക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞു. കാലതാമസം നേരിടുന്ന ഘട്ടങ്ങളിൽ കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണം.
രാഷ്ട്രപതി റഫറൻസിലെ വാദം കേൾക്കലിന്റെ 6ാം ദിവസത്തിലാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണം. ബില്ലുകൾ തടഞ്ഞുവെക്കുന്ന ചില സംഭവങ്ങളുടെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വാക്കാൽ നിരീക്ഷിച്ചു. ബില്ലുകളിൽ കാലതാമസം നേരിടുന്ന കേസുകളുണ്ടെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കാൻ കോടതിക്ക് നിർദ്ദേശിക്കാം. എന്നാൽ ഇതിനർത്ഥം സമയപരിധി നിശ്ചയിക്കലല്ലെന്നും കോടതി നിരീക്ഷിച്ചു. സമയപരിധി തീരുമാനിക്കുന്നത് കോടതി ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് തുല്യമെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് വാക്കാൽ പറഞ്ഞു. ഗവർണറും രാഷ്ട്രപതിയും സമയപരിധി പാലിക്കാത്തതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആശങ്ക അറിയിച്ചു. ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞുവെക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമയപരിധി വേണമെന്നായിരുന്നു റഫറൻസിനെ എതിർത്തുള്ള വാദം. 24 ഡൽഹി. മലപ്പുറം ആലത്തിയൂരിൽ സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ ഗണഗീതം പാടിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ വകുപ്പ്. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാൻ. സമീർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിവരങ്ങൾ. SKN മലപ്പുറം ജില്ലയിലെ ആലത്തൂർ KM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ RSS ഗണഗീതം പാടിയ വാർത്ത 24ലൂടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറോടാണ് അദ്ദേഹം റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഉടൻ തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹം ഒരു പ്രാഥമിക അന്വേഷണം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം എന്നുള്ളതാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വിവിധങ്ങളായിട്ടുള്ള പാട്ടുകൾ അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ RSSന്റെ ഗണഗീതവും അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ പറയുന്നത് വിഷയത്തിൽ ഒരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ളതാണ്. കാരണം വിദ്യാർത്ഥികളോട് സ്വയം പാട്ട് പഠിച്ചു വരാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് അധികൃതർ അല്ലെങ്കിൽ ടീച്ചേഴ്സോ നേരത്തെ തന്നെ പരിശോധിക്കുകയോ സ്ക്രീനിങ് നടത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സംഭവിച്ചത് അബദ്ധമാണ് എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. ഈ അന്നത്തെ പരിപാടി നേതൃത്വം നൽകിയിരുന്നത് സ്കൂളിലെ ഗാന്ധി ദർശൻ ക്ലബ്ബായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ലബിന്റെ ചുമതല ഉണ്ടായിരുന്ന അധ്യാപകൻ ആസിഫിനെ തൽസ്ഥാനത്ത് നിന്ന് സ്കൂൾ നീക്കം ആ സ്ഥാനത്ത് നിന്ന് ആസിഫിനെ നീക്കം ചെയ്തിരിക്കുകയാണ്. വിഷയത്തിൽ സ്കൂൾ അധികൃതർ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ വിഷയത്തിൽ ഒരു കൃത്യമായ അന്വേഷണം വേണമെന്ന്, നടപടി വേണമെന്നുള്ളതാണ് DYFI യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊരു അബദ്ധം സംഭവിച്ചതല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ RSSന്റെ നുഴഞ്ഞുകയറ്റം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ യുവജന സംഘടനകൾ പറയുന്നത്. താങ്ക് യു സമീർ ബിൻ കരീം. വ്യാജ പീഡന പരാതിയിൽ 11 കൊല്ലത്തിന് ശേഷം മുൻ കോളേജ് അധ്യാപകനെ കോടതി കുറ്റവിമുക്തനാക്കി. കോപ്പിയടി പിടിച്ചതിന് വിദ്യാർത്ഥികൾ നൽകിയ പീഡന പരാതിയിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജ് അധ്യാപകനായിരുന്ന ആനന്ദ് വിശ്വനാഥനെ കോടതി വെറുതെ വിട്ടു. SFI അനുഭാവികളായിരുന്ന വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലായിരുന്നു അധ്യാപകൻ പ്രതിയായിപ്പോയതും ഇത്രകാലം കടുത്ത ശിക്ഷ ഏറ്റുവാങ്ങിയതും. 2014 കേസിനാസ്പദമായ സംഭവം. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്നു ആനന്ദ് വിശ്വനാഥൻ. MA എക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷയ്ക്കിടെ കോപ്പിയടിച്ച് വിദ്യാർത്ഥികളെ പിടികൂടിയതിന് പിന്നാലെ പീഡന പരാതി ഉയർന്നു. 5 വിദ്യാർത്ഥികളാണ് അധ്യാപകനെതിരെ പരാതി നൽകിയത്. ഇതിൽ 4 പേരുടെ മൊഴിപ്രകാരം 4 കേസുകൾ എടുത്തു. 2 കേസുകളിൽ അധ്യാപകനെ നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ശേഷിക്കുന്നവയിൽ 3 വർഷം തടവിന് വിധിച്ചെങ്കിലും മേൽക്കോടതിയിൽ അപ്പീൽ നൽകി. ഇതിലാണ് ഇപ്പോൾ അനുകൂല വിധി. സെക്ഷൽ ഹറാസ്മെന്റ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പലില്ലേ അതറിയുന്നില്ല, കോളേജിലെ വനിതാ ടീച്ചർമാരില്ലേ അറിയുന്നില്ല. എന്ത് ഒരു 500 മീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനില്ലേ, അവിടെ ജനമൈത്രി പോലീസില്ലേ, പറയാറുന്നില്ലേ, കംപ്ലൈന്റ് കൊടുക്കാറുന്നില്ലേ. ഇവിടെയും ഒന്നും പോകാത്ത കുട്ടികൾ ഈ പരാതി 5-ാം തീയതി എന്ന് പറയപ്പെടുന്ന സംഭവം പരാതിപ്പെടുന്നത് 16-ാം തീയതിയാണ്. അത് എവിടെ വെച്ചിട്ടാണ്? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വെച്ചിട്ട് എഴുതിയെന്നാണ് പിള്ളേർ കോടതിയിൽ വന്ന് പറഞ്ഞത്. SFI അനുഭാവികളായ പെൺകുട്ടികൾ മൂന്നാറിലെ CPIM പാർട്ടി ഓഫീസിൽ വെച്ച് തയ്യാറാക്കിയ പരാതിയിൽ കഴമ്പില്ല എന്ന് സർവകലാശാല അന്വേഷണ കമ്മീഷൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. പീഡനക്കേസിൽ കുടുക്കി പക വീട്ടാനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളുടേതെന്ന് കോടതി വിമർശിച്ചു. ഇതിന് കോളേജ് പ്രിൻസിപ്പാൾ കൂട്ടുനിന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. 24 ഇടുക്കി.
ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ജോലി അനുഷ്ഠിക്കുകയായിരുന്നു. കുട്ടികൾ പരീക്ഷാ ഹാളിൽ വേണ്ടാത്ത രീതിയിൽ പ്രവർത്തിച്ചാൽ കോപ്പിയടി പിടിക്കുക എന്ന അധ്യാപകൻ്റെ ജോലിയുടെ ഭാഗമാണ്, പരീക്ഷാ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ ഒരിക്കലും ഒരു വിദ്യാർത്ഥിനി അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു. ഈ അധ്യാപകൻ്റെ മനസ്സ് വേദനിച്ച് എത്ര കൊല്ലമായി അദ്ദേഹം അപമാനത്തിൽ അതിൻ്റെ നടുവിൽപ്പെട്ട് ഉഴലുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ കുട്ടികളായതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയായി 2,83,00,000 പേരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. 276 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും 2087 പ്രവാസി വോട്ടർമാരും പട്ടികയിലുണ്ട്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. പ്രതീഷ്, വിശദാംശങ്ങൾ പറയൂ. SKN വാർഡ് പുനർവിഭജനത്തിന് ശേഷം വാർഡുകളുടെ പോളിംഗ് സ്റ്റേഷന്റെ അടിസ്ഥാനമാക്കിയാണ് പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 12 വരെ പരാതികളും ആക്ഷേപങ്ങളും ഉന്നയിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആകെ 2,83,00,000 വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 1,53,52,945 പുരുഷന്മാരാണ്. ഒപ്പം 1,49,59,242 സ്ത്രീ വോട്ടർമാരും ഈ പട്ടികയിലുണ്ട്. ഇതിന് പുറമെയാണ് 276 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉള്ളത്. പ്രവാസി വോട്ടർ പട്ടികയിൽ 2087 പേരുമുണ്ട്. നേരത്തെ വോട്ടർ പട്ടിക ഈ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നീട്ടിവെക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആ നടപടികൾ നീട്ടിവച്ചതിന് ശേഷമാണിപ്പോൾ അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അമേരിക്കയുടെ ഇരട്ട തീരുവയ്ക്ക് ഇടെ ഇന്ത്യക്ക് റഷ്യയുടെ വൻ സഹായമെന്ന റിപ്പോർട്ട്. ഇന്ത്യക്ക് നൽകുന്ന എണ്ണയുടെ വില ബാരലിന് $3 മുതൽ $4 വരെ കുറയ്ക്കും. അന്താരാഷ്ട്ര ബിസിനസ് മാധ്യമമായ ബ്ലൂംബർഗാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവരുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുകയാണ്. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ. SKN ഇതൊരു വലിയ വാർത്തയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ കാര്യമാണ്. അമേരിക്ക ഈ പല രൂപത്തിൽ ഇന്ത്യയുടെ മേൽ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ ഇരട്ട ചുങ്കം ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിക്കുന്നത്. ആ എണ്ണ വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ വീണ്ടും ഇന്ത്യക്ക് മേൽ വലിയ ചുങ്കമാണ് പിന്നീട് ഏർപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നത്. അവിടെ 3 ലോകത്തിന്റെ രാഷ്ട്രത്തലവന്മാർ ഒത്തുചേരുന്നു. അത് അമേരിക്കയ്ക്ക് വീണ്ടും വലിയ തിരിച്ചടിയായി മാറുന്നു. ആ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്നലത്തെ ഒത്തുചേരലിനും ചർച്ചയ്ക്ക് ശേഷമാണ് ഇന്ന് ഇന്ത്യക്ക് കൂടുതൽ ആശ്വാസകരമായ വാർത്ത കൂടി പുറത്തു വരുന്നത്. ബാരലിന് $3 മുതൽ $4 വരെ എണ്ണയുടെ വില കുറയ്ക്കാനാണ് റഷ്യ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ബാരലിന് $3 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഡോളറും ഇന്ത്യയുടെ രൂപയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വലിയ നിരക്കിൽ ബാരലുകൾ വാങ്ങുമ്പോൾ ഇന്ത്യക്ക് അത് വലിയ ആശ്വാസകരമായി മാറും. ഈ വരുന്ന സെപ്റ്റംബർ അവസാനത്തോടുകൂടിയും ഒക്ടോബർ ആദ്യ വാരത്തോടും കൂടി ഏതാണ്ട് പൂർണ്ണമായും ഈ വില നിലവാരം നിലവിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ കാര്യത്തിൽ വലിയ ആശ്വാസകരമായ ഒരു കാര്യമായിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദന രംഗത്തും വിപണിയിലുമൊക്കെ വലിയ ആശ്വാസകരമായ മാറ്റം വരുന്ന ഒരു വാർത്തയായിട്ടായിരിക്കും ഇതിനെ കാണേണ്ടത്. എന്തായാലും സ്ഥിരീകരണം ഉണ്ടായില്ലെങ്കിൽ പോലും ബ്ലൂംബർഗ് ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണിത്. അമേരിക്കയ്ക്കെതിരെ സ്വാഭാവികമായും ഇന്ത്യ വലിയ രൂപത്തിൽ തിരിച്ചടി നൽകാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ത്യക്ക് റഷ്യ നൽകുന്ന വലിയ സഹായമായി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ബാലകൃഷ്ണൻ. മറ്റൊരു വാർത്തയിലേക്ക്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റണം എന്നാവശ്യപ്പെട്ട് ഗവർണർ സുപ്രീം കോടതിയിലെത്തി. UGC ചട്ടപ്രകാരം VC നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ലെന്നും ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നു. ഗവർണറുടെ നീക്കം ജനാധിപത്യ മര്യാദ ലംഘിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഇന്ന് വാർത്താലേഖകരോട് പറഞ്ഞു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം ഉറപ്പാക്കിയ ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ടാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭരണത്തലവനെന്ന നിലയിൽ കോളേജുകളുടെ ഭരണത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാമെങ്കിലും VC നിയമനത്തിൽ ഒരു പങ്കുമില്ലെന്ന് ഗവർണർ ഹർജിയിൽ ഉന്നയിച്ചു. ബംഗാളിലെ VC നിയമന മോഡലിൽ സെർച്ച് കമ്മിറ്റി പാനൽ മുഖ്യമന്ത്രിക്കാണ് സമർപ്പിക്കുക. ഇതേ മാതൃകയിലാണ് കേരളത്തിലെ സെർച്ച് കമ്മിറ്റി നടപടികൾ കോടതി നിശ്ചയിച്ചത്. UGC ചട്ടപ്രകാരം മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ VC നിയമനത്തിൽ ഇടപെടാൻ ആകില്ലെന്നും ഗവർണർ ഹർജിയിൽ ആരോപിച്ചു. അതിനാൽ പാനൽ മുഖ്യമന്ത്രിക്ക് നൽകണമെന്ന നിർദ്ദേശം പിൻവലിക്കണമെന്നും സെർച്ച് കമ്മിറ്റി തലവൻ റിട്ടയർഡ് ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ തയ്യാറാക്കുന്ന പാനൽ തനിക്ക് നേരിട്ട് കൈമാറണമെന്നും ഗവർണർ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടു.
ഗവർണർ അപ്പീൽ പോയത് ഖേദകരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് നിലനിന്നു പോന്നിരുന്ന ഒരു ജനാധിപത്യ മര്യാദകളെയൊക്കെ ലംഘിക്കുന്ന രീതികളാണ് സമീപകാലത്ത് ബഹുമാനപ്പെട്ട ചാൻസലർമാരുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത്. അത് വളരെ കഷ്ടമാണ്. നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൈകോർത്ത് പിടിച്ചു മുന്നോട്ട് പോകുന്നതിന് പകരം കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് ഏവരും പിന്തിരിയേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. BC നിയമന കേസിൽ കക്ഷി ചേരാൻ UGCയും സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. ആർ അച്യുതൻ, 24, ഡൽഹി. മറ്റൊരു വാർത്തയിലേക്ക്. ഭിന്നതയ്ക്കിടെ ഓണം വാരാഘോഷത്തിന് ഗവർണറെ നേരിട്ട് ക്ഷണിച്ച സംസ്ഥാന സർക്കാർ. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും PA മുഹമ്മദ് റിയാസുമാണ് ഓണം ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കാൻ ഗവർണറെ ഔദ്യോഗികമായി രാജ്ഭവനിലെത്തി ക്ഷണിച്ചത്. ഗവർണർക്ക് സർക്കാരിൻ്റെ ഓണക്കോടിയും മന്ത്രിമാർ കൈമാറി. സർക്കാർ ക്ഷണം സ്വീകരിച്ച ഗവർണർ ഘോഷയാത്രയിൽ പങ്കെടുക്കും. പരിപാടിക്ക് ക്ഷണിച്ച് മുഖ്യമന്ത്രിയും നേരത്തെ ഗവർണറെ വിളിച്ചിരുന്നു. ഈ മാസം 9-ാം തീയതിയാണ് ഘോഷയാത്ര. രാജ്ഭവനിലെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷം മന്ത്രി ശിവൻകുട്ടി ഇതാദ്യമായിട്ടാണ് പിന്നീട് രാജ്ഭവനിലെത്തുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കേരള സർവകലാശാല രജിസ്ട്രാർ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് ഡോക്ടർ മിനി കാപ്പനെ സിൻഡിക്കേറ്റ് യോഗം മാറ്റി. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം യോഗം അംഗീകരിച്ചു. ഡോക്ടർ KS അനിൽകുമാറിന്റെ ഹർജിയിൽ കോടതി വിധി പറയുന്നതുവരെ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ R രശ്മിക്ക് രജിസ്ട്രാറിന്റെ ചുമതലയും കൊടുത്തു. മുൻ രജിസ്ട്രാർ ഡോക്ടർ പ്രവീണിന് പുനർനിയമനം നൽകാൻ സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. രജിസ്ട്രാർ കസേരയിലിരിക്കുന്ന മിനി കാപ്പൻ ആരാണെന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇടതംഗങ്ങൾ പ്രതിഷേധിച്ചു. ഡോക്ടർ KS അനിൽകുമാറിന് പകരം ചുമതല നൽകിയ രജിസ്ട്രാറാണെന്ന് VC മോഹനൻ കുന്നുമൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ പ്രതിഷേധം കടുത്തു. രജിസ്ട്രാർ നിയമനം സിൻഡിക്കേറ്റിന്റെ അധികാരമാണെന്നും VCയുടെ നടപടി ചട്ടവിരുദ്ധമെന്നും ഇടതംഗങ്ങൾ വാദിച്ചു. ഒടുവിൽ ഭൂരിപക്ഷാംഗങ്ങളുടെ ആവശ്യത്തിന് വഴങ്ങിയ VC മിനി കാപ്പനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തയ്യാറായി. ഇന്നത്തെ യോഗശേഷം മിനി കാപ്പൻ രജിസ്ട്രാർ ചുമതല ഒഴിയും. ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വിധി വരുന്നതുവരെ R രശ്മിയായിരിക്കും കേരള സർവകലാശാല രജിസ്ട്രാർ. ഇതോടെ സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിക്കും താൽക്കാലിക പരിഹാരമായി. സിൻഡിക്കേറ്റ് യോഗം ബഹിഷ്കരിക്കാനായിരുന്നു ആദ്യം ഇടതംഗങ്ങൾ ആലോചിച്ചത്. അതേസമയം മുൻ രജിസ്ട്രാർ ഡോക്ടർ പ്രവീണിന് പുനർനിയമനം നൽകാൻ സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. മുൻ പരീക്ഷാ കൺട്രോളർ അനന്തലക്ഷ്മിക്കും പുനർനിയമനം നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. 24, തിരുവനന്തപുരം. എറണാകുളം ജില്ലയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. ഓൺലൈൻ ട്രേഡിംഗ് കുറഞ്ഞ ചെലവിൽ പഠിപ്പിക്കും എന്ന പേരിലായിരുന്നു തട്ടിപ്പ്. തൃക്കാക്കര സ്വദേശിയുടെ 12.50 ലക്ഷം രൂപ തട്ടിയെടുത്തു. അതായത് 12.5 ലക്ഷം രൂപ പോയി. തൃക്കാക്കര സ്വദേശി സാജ് റിജേഷ് നൽകിയ പരാതിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്യാം, ഇത് നമ്മൾ പറഞ്ഞ് നമ്മുടെ ഇടപാട് തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശ്യാമേ, പറയും. പലതവണ മുന്നറിയിപ്പ് കൊടുത്താലും തട്ടിപ്പുകാരുടെ വലയിൽ പോയി കുടുങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത്. 12.5 ലക്ഷം രൂപയാണ് ഏകദേശം 10 ദിവസം കൊണ്ട് കൊച്ചി സ്വദേശിയിൽ നിന്നും വീണ്ടും ഓൺലൈൻ തട്ടിപ്പുകാർ കൊണ്ടുപോയത്. ഇത്തവണത്തെ തട്ടിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഓൺലൈൻ ട്രേഡിംഗ് കുറഞ്ഞ ചെലവിൽ പഠിപ്പിക്കാം എന്ന രീതിയിലാണ് ഈ തട്ടിപ്പ്. ഇത് ആദ്യമായാണ് ഈ രീതിയിൽ ഇപ്പോൾ കൊച്ചിയിൽ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തൃക്കാക്കര സ്വദേശി സാജ് ശ്രീജേഷ് നൽകിയ പരാതിയിൽ ഇപ്പോൾ തൃക്കാക്കര പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ തട്ടിപ്പിനിരയായ ആളെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആക്കിക്കൊണ്ടാണ് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പണം തട്ടിക്കൊണ്ടുപോയത് എന്ന പ്രത്യേകതയും ഈ തട്ടിപ്പിലുണ്ട്. ഏതായാലും പ്രതികൾക്ക് വേണ്ടി അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അച്ചടക്ക നടപടിയിലെ A ഗ്രൂപ്പ് വിമർശനത്തെ VD സതീശൻ പക്ഷം തള്ളി. രാഹുലിനെതിരായ നടപടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്നും അന്ന് യോജിച്ചവർ ഇന്ന് എതിർക്കുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. അതേസമയം രാഹുലിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടുമെന്നറിയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തുവരുന്നതാണ് A ഗ്രൂപ്പിന്റെ വിമർശനത്തോടെ കണ്ടത്. ഇതോടെ ചിതറിക്കിടന്ന A ഗ്രൂപ്പ് വീണ്ടും സജീവമായി. CPIM നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങളും കേസുകളും വന്നപ്പോൾ ആരോപണ വിധേയർക്കെതിരെ കടുത്ത നടപടികൾ ഒന്നുമുണ്ടായില്ല. എന്നാൽ രാഹുലിനെതിരായ അച്ചടക്ക നടപടിയിൽ പ്രതിപക്ഷ നേതാവ് തിടുക്കം കാട്ടിയെന്നും വിമർശനമുയർന്നു. കൂടിയാലോചിച്ചെടുത്ത തീരുമാനത്തിൽ പുനരാലോചനയില്ലെന്ന നിലപാടിലാണ് VD സതീശൻ പക്ഷം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ആരോപണമുന്നയിച്ച സ്ത്രീകൾ മൊഴി നൽകാൻ വിസമ്മതിച്ചാൽ പോലീസ് നിയമോപദേശം തേടും. ആരോപണ
ആരോപണം ഉന്നയിച്ചവരുമായി ബന്ധപ്പെടുകയും നേരിട്ട് കാണുകയും ചെയ്ത 4 മാധ്യമപ്രവർത്തകരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. ഇതിനുശേഷമാകും രാഹുലിനെ ചോദ്യം ചെയ്യുക. 24 തിരുവനന്തപുരം. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ള ഓണക്കോടിയുടെ ചോദ്യമാണ്. നിങ്ങൾക്കറിയുന്ന പോലെ അപ്പോൾ ചില പ്രേക്ഷകർ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. ഒരേ ആളിന് തന്നെ ഒന്നിലധികം 2, 3, 4 ഓണക്കോടി ഉത്തരം വെച്ചാൽ കിട്ടുമോ? അങ്ങനെ വരാതിരിക്കാൻ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ 1001 വ്യത്യസ്തമായ ആളുകൾക്ക് ഈ ഓണക്കോടി ലഭിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശ്രമവും ആ രീതിയിലായിരിക്കും. നോക്കട്ടെ നമുക്ക്. അപ്പോൾ ഇന്നത്തെ ചോദ്യം, പ്രേക്ഷകർ ഓണക്കോടി കിട്ടാനുള്ള 1001 പേർക്ക് ഓണക്കോടി കിട്ടാനുള്ള ചോദ്യം ഇതാണ്. BRS-ൽ നിന്ന് ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി, ആരാണ് ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട BRS-ലെ രാഷ്ട്രീയ നേതാവ്? സ്ക്രീനിൽ ഇപ്പോൾ QR കോഡ് കാണുന്നില്ല. കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഉത്തരം അയക്കുക. തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്ന അനേകമായിരം ആളുകളിൽ നിന്ന് 1001 പേർക്ക് തെരഞ്ഞെടുത്ത് സമ്മാനങ്ങൾ നൽകും. 24 മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ചേർന്നാണ് ഈ ഓണക്കോടി സമ്മാനം ഒരുക്കുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. മറ്റു വാർത്തയിലേക്ക്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. പഞ്ചാബിൽ 29 പേർ മരിച്ചു. ഹിമാചൽ പ്രദേശിലെ 4 ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ടാണ്. നിരവധി വീടുകളും വെള്ളത്തിനടിയിലാണ്. യമുന നദിയിൽ ജലനിരപ്പ് അപകടനിലയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. തുടർച്ചയായി പെയ്ത മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് വിതച്ചത്. ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലുമായി നിരവധി പേരാണ് മരിച്ചത്. കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പഞ്ചാബിൽ മഴക്കെടുതിയിൽ മരണം 29ആയി. 2000-ലധികം പേരെ പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലും മഴക്കെടുതി ബാധിച്ച മേഖലകളിലെ സ്കൂളുകൾക്ക് ഇന്നും അവധിയാണ്. ഡൽഹിയിലും NCR മേഖലയിലും വെള്ളം കയറി. യമുന നദിയിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയാൽ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി മയൂർ വിഹാറിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ലോഹാപൂരിലൂടെയുള്ള ഗതാഗതം നിർത്തിവെക്കും. 24 ഡൽഹി. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തി. കുനാർ പ്രവിശ്യയിലെ ജലാലാബാദിന് സമീപത്താണ് ഇപ്പോൾ നടന്ന ഭൂചലനത്തിന് പ്രഭവ കേന്ദ്രം. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ഉള്ള ദുരന്ത നിവാരണ സേന സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരും എന്നാണ് ആശങ്ക. നേരത്തെ തന്നെ ഐക്യരാഷ്ട്രസഭ ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം 1400 കടന്നുവെന്നാണ് റിപ്പോർട്ട്. 3000-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്നതിൽ UDF-ന്റെ തീരുമാനം നാളെ ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സർക്കാർ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് തുറന്നു കാണിക്കണമെന്ന് UDF യോഗത്തിൽ അഭിപ്രായമുയർന്നു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, വിശദാംശങ്ങൾ. അവരുടെ യോഗം കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു. യോഗ തീരുമാനം പുറത്തു വന്നോ? ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് UDF-ന്റെ ഔദ്യോഗിക നിലപാട് നാളെ പ്രഖ്യാപിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനം നടത്തി മുന്നണിയുടെ നിലപാട് പ്രഖ്യാപിക്കും. ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് കോൺഗ്രസ് ആയിരുന്നു. VD സതീശൻ അക്കാര്യത്തിൽ ഒരു കടുത്ത നിലപാട് തന്നെ തുടക്കം മുതൽ എടുത്തിരുന്നു. അത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള CPI-ന്റെ ശ്രമമാണ് ആഗോള അയ്യപ്പ സംഘവും എന്നതായിരുന്നു കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ച നിലപാട്. പക്ഷേ ഈ UDF മുന്നണിയിൽ തന്നെ 2 അഭിപ്രായം ഉയർന്നതോടുകൂടിയാണ് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യാൻ UDF ഇന്ന് യോഗം വിളിച്ചത്. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ ഘടകകക്ഷി നേതാക്കൾ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും സർക്കാർ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നുള്ള കാര്യം തുറന്നു കാണിക്കണം എന്നതാണ് ഈ യോഗത്തിൽ ഭൂരിപക്ഷം ഘടകകക്ഷികളും മുന്നോട്ട് വച്ച കാര്യം. ഇനി തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച അതേ പാർട്ടി അല്ലെങ്കിൽ അതേ സർക്കാർ തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ട അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കണം. ഇതാണ് പ്രധാനമായും ഈ യോഗത്തിൽ ഉയർന്ന പൊതുവായിട്ടുള്ള വികാരം. ഇക്കാര്യത്തിൽ ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കടുത്ത എതിർപ്പുകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ കടുത്ത നിലപാടിലേക്ക്
കേരളത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN. ഓക്കെ, ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.